അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കലേക്ക് സലാം കൊടുത്തയക്കുന്ന സംഭവം, ആ സംഭവത്തെ സക്കരിയ സ്വലായി കുതിര കയറിയിട്ട് ചോദിച്ചത് ഞാൻ കേൾപ്പിട്ടിരുന്നു. എന്താണ് സക്കരിയ ചോദിക്കുന്നത്? ഹജ്ജാജിമാര് ഹജ്ജിന് പോകുമ്പോ ചിലർ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് സലാം പറയണേ എന്ന് പറയാറുണ്ട്. ഇത് പറഞ്ഞിട്ട് സക്കരിയ പറയാണ്, ഈ സലാം കൊടുത്തയക്കല് ചാക്കിലാണോ? ഞാൻ അന്ന് ചോദിച്ച ചോദ്യം എന്താ സക്കരിയ? സലാം കൊടുത്തയക്കണമെങ്കിൽ ചാക്ക് വേണോ എന്നാ ഞാൻ ചോദിച്ചത്. അതിന് മൗലവി മറുപടി പറഞ്ഞു, മൂക്ക് കീപ്പട്ടായ മുജാഹിദേ, ഓ മൗലവി, ആണത്തമുള്ള മുജാഹിദ് മൗലവിമാരെ, നിങ്ങൾക്ക് മൗലവിമാരുടെ ഈ വിടുവായിത്തത്തെ ജമ്മു ചെയ്യാനും ഒരുമിച്ച് കൂട്ടാനും ന്യായീകരിക്കാനും കഴിയോ? ഇലായോമിൽ ഖിയാമ കഴിയൂല. നമ്മളൊന്ന് നോക്കുക, സക്കരിയാനെ കൊണ്ടരിങ്ങള്. സക്കരിയ സ്വലായി വന്ന് മറുപടി പറയട്ടെ. അള്ളാഹുവിന്റെ മതത്തിൽ ക്യാൻസർ പോലെ കടന്നു കയറി അള്ളാഹുവിന്റെ മതത്തെ കൊല്ലുവാൻ മതശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങി മുസ്ലിം സമുദായത്തിന്റെ മാറിടത്തെ പിളർക്കുന്ന മൗലവി വഞ്ചകരെ കടന്നുവന്ന് കാര്യം പറയാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? അതിന് നിങ്ങൾ കട്ടൂലാന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു മൗലവിനെ ഇതുവരെ അമ്മാര് വെച്ചിട്ടില്ല. എന്നാ പോകട്ടെ, സക്കരിയ സ്വലായിക്ക് മറുപടിക്ക് വരാൻ ധൈര്യമുണ്ടോ? വന്ന് മറുപടി പറയ്. മൗലവി പറയുന്നത് നോക്കുങ്ങൾ, സലാം കൊടുത്തയക്കണീനെ കുതിരയാക്കിയിട്ട് മൗലവി പറയാണ്, ഇതെങ്ങനെയാ ചാക്കിലാ കൊടുത്തയക്കല്? ചില ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോ ഹാജി ഏൽപ്പിക്കും, ദാ നിന്റെ സലാമെന്ന് റസൂലുള്ളാഹിനോട് പറയണട്ടോ. അടുത്ത ആള് അബൂബക്കർക്ക, നിന്റെ സലാമെന്ന് പറയണട്ടോ. ആമിനക്കുട്ടി, നിന്റെ സലാമെന്ന് പറയണട്ടോ. എന്നിട്ട് ഹജ്ജിന് പോയാൽ ഇവരെല്ലാരും കൂടി സലാം ചാക്കിലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിനെ കൊണ്ട് ഞങ്ങൾ ശരിയല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് സലാം കൊടുത്തയക്കുമ്പോ ഈ സലാം കൊടുത്തയക്കുക എന്നുള്ളത് ചാക്ക് കെട്ടിയിട്ടാണോ കൊടുത്തയക്കല്? അതിട്ടിട്ട് ഞാൻ പറഞ്ഞു, മൗലവി സലാം കൊടുത്തയക്കണ വേറൊരു കോലങ്ങൾ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് സക്കരിയ ബാപ്പാക്ക് സലാം കൊടുത്തയക്കണ കോലം, അത് കേട്ടോളി. അതുപോലെ സലാം പറഞ്ഞേക്കലുണ്ട്. സക്കരിയ അപ്പാനോട് സലാം പറയണട്ടോ. ആ ശരി, ഞാൻ അപ്പാനോട് ഇപ്പാ മറ്റേയാള് സലാം നാമൂട്ടിയൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാണ്, ആ ഞാൻ സലാം അടക്കിയാണ്. ഇവിടെ ഇപ്പൊ സലാം നടന്നോ? സലാം പറയണമെന്ന് പറഞ്ഞു, ഞാൻ സലാം പറയണമെന്ന് പറഞ്ഞു. സലാം പറഞ്ഞാണ് ഇപ്പൊ സലാം അടക്കിയെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെയല്ല പറയേണ്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറയണം അപ്പാനോട്. ഞാൻ ചെന്നിട്ട് അങ്ങ് ആമൂട്ടിയാക്ക് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാലൈക്ക വാലൈഹിസ്സലാം, സലാം കൊണ്ടെന്ന് അനക്കും ആമൂട്ടിയാക്കും സലാം ഉണ്ടാകട്ടെ. അങ്ങനെയാ പറയേണ്ടത്. ചാക്ക് വേണ്ടാന്നല്ല അതിന്റെ അർത്ഥം. സലാം കൊടുത്തയക്കാൻ ചാക്ക് വേണ്ടാന്നല്ല അതിന്റെ അർത്ഥം. അത് മൂലരെ ഒന്ന് മരിച്ചോടത്തേക്കാണ്, മറ്റേ ജീവിച്ചിരിക്കണോടത്തേക്കാന്നാ. നാം മരിച്ചോടത്തേക്കും സലാം പറയണ പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് കേട്ടോളി. നമ്മളത്തിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഖബറുകൾ കാണുകയാണ്. ഖബർസ്ഥാൻ കണ്ടാ സലാം പറയണമെന്നാ. എന്താണ് ആ സലാം? അസ്സലാമു അലൈക്കും മഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ. അപ്പൊ കണ്ടങ്ങള്, മരിച്ചവരോട് പോയി സലാം പറയണ, അവിടെയും ചാക്കില്ല. അപ്പോ മൗലവിക്കൊരു ന്യായമുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് സലാം കൊടുത്തേക്കുക എന്ന പതിവ് മതത്തിലില്ല എന്നും ഈ നൊണ്ടി ന്യായത്തെ ന്യായീകരിക്കാൻ പച്ചക്കള്ളം പറഞ്ഞു പോയ മൗലവി, നിങ്ങൾ ഇമാമെന്ന് പറയുന്ന നേതാവല്ലേ? ജീവിതം മുഴുക്കയും അല്ലാഹുവിന്റെ മതപ്രബോധനത്തിന് വേണ്ടി ഗ്രന്ഥം രചിച്ച് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ ധാരാളം ഗ്രന്ഥരചന കൊണ്ട് ഇസ്ലാമിന്റെ വൈജ്ഞാനിക രംഗം പുഷ്കലമാക്കിയ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഞാൻ കയ്യിലെടുത്തത്. ഓ മുജാഹിദ് മൗലവിമാരെ, മുസ്ലിങ്ങളെ വഞ്ചിക്കണ്ട കേട്ടോ. ഞാൻ ഈ ഉയർത്തി കാണിക്കുന്ന കിതാബ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്കാറാണ്. ആ അദ്കാറിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു സക്കരിയ സ്വലാഹിയുടെ ഭാഗത്താണോ നിൽക്കുന്നത്, അതല്ല സുന്നത്തു ജമാഅത്തിന്റെ ഭാഗത്താണോ നിൽക്കുന്നത്? ധാരാളം പണ്ഡിതന്മാർ എഴുതി വെച്ചതുപോലെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഇൻ കാന ഖദ് ഔസാഹു അഹദും ബിസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അല്ലാഹുവിന്റെ റസൂലിനോട്
ഒരാള് ഹജ്ജിന് പോകുമ്പോ അയാളുടെ വക്കല് ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സലാം കൊടുത്തയച്ചാൽ വഇൻകാന ഖദ് ഔസാഹു അഹദും ബിസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നവനോട് അവിടത്തെ വഫാത്തിന് ശേഷം ഒരാൾ സലാം ഏൽപ്പിച്ചാൽ അവിടെ ചാക്ക് തിരയണമെന്നല്ല ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ ഒരു ഏർപ്പാടില്ല എന്നുമല്ല ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മറിച്ച് ആ സലാം ഏൽപ്പിക്കപ്പെട്ട ആള് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്ങ് ചെന്നിട്ട് എന്തു പറയണം? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് മിൻ ഫുലാൻ ഇബ്നി ഫുലാൻ. അതേ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാലിന്ന പ്രദേശത്തുള്ള ഇന്നാലിന്ന അഹമ്മദ് കുട്ടി അങ്ങയോട് സലാം പറഞ്ഞു ഹബീബേ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇതാ മുസ്ലിമേ, ഇമാം നബവി പറയുന്നു, ഞാൻ ചോദിക്കട്ടെ മുസ്ലിമേ, നിങ്ങൾ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ പക്ഷത്ത് ജീവിതം മുഴുക്കയും അല്ലാഹുവിന്റെ മതത്തെ കുറിച്ച് പഠിക്കാൻ ജീവിതം ചെലവിട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നുവോ? നാഴികക്ക് 40 വട്ടം വിടുവായിത്വം പറയുന്ന സക്കരിയ പുരോഹിതന്റെ ഭാഗത്ത് നിൽക്കുന്നുവോ? മുസ്ലിമേ, നിനക്ക് സ്വീകരിക്കാൻ നല്ലത് വായാടിയായ സക്കരിയയാണോ, പണ്ഡിതനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവാണോ? നിഷേധിക്കാൻ കഴിയോ മൗലവി? സലാം കൊടുത്തയക്കാനുള്ള പരിപാടി ഇല്ല എന്ന പച്ചക്കള്ളമല്ലേ ഈ മൗലവി പറഞ്ഞത്? ഞാൻ ഉയർത്തിക്കാണിക്കുന്നത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥമല്ലേ? അത് വായിക്കാൻ മനസ്സാക്ഷിയുള്ള ഒരു മുജാഹിദ് കയറി വരുമോ? ഒരു മുജാഹിദ് മൗലവി അതൊന്ന് വായിച്ച് ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുക്കുമോ? എന്തിനാണ് അല്ലാഹുവിന്റെ മതത്തെ ഇങ്ങനെ പച്ചയായി കബളിപ്പിക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിന്റെ ദീനിനെ പച്ചയായി വ്യഭിചരിക്കുന്നത്? ലജ്ജയുണ്ടോ മൗലവിമാരെ? കടുകുമണിയുടെ ഈമാന് ഖൽബിലുണ്ടോ? ബോധപൂർവമല്ലേ നിങ്ങൾ ഈ വഞ്ചന?